എക്കണോമിക്സ് അഥവാ ധനതത്വശാസ്ത്രം ഈ ഒരു സെക്ഷനിലെ ചെറിയൊരു ഹോട്ട് ടോപ്പിക്കാണ് ഡിഗ്രി ലെവലിന് വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സെറ്റാണ്. ഇനിയും കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോകളുടെ എല്ലാം ഹോട്ട് ടോപ്പിക്സ് വീഡിയോകളിലെല്ലാം കമൻറ്റ് ബോക്സിൽ എക്കണോമിക്സിൻ്റെ പേര് ഉദ്യോഗാർത്ഥികൾ മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് കുറച്ചായിട്ട് ഞാൻ നൽകാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ക്ലാസ്സുകൾ. പിന്നെ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ള GK സബ്ജക്ട്സ് പോലെ വൺ വേർഡ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നമുക്ക് കൂടുതലായിട്ട് എക്കണോമിക്സ് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിച്ചാൽ യൂസ്ഫുൾ ആകും. എന്നാലും നല്ലൊരു സ്കോർ വേണമെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. പലർക്കും ഈ എക്കണോമിക്സിൽ നന്നായിട്ട് പഠിച്ച് സിലബസ് തീർത്തിട്ടും സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതിൻ്റെ കാരണം ഇവരെന്താണ് ഈ സംഭവം എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അത്യാവശ്യം മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഐറ്റം സിമ്പിളാണ്. നമുക്ക് നൈസായിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിങ്ങൾ സ്ക്രീനെ നോക്കിയില്ലേ പോലും ആ വീഡിയോ ഓൺ ആക്കി വെച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് കേട്ട് ഞാൻ പറയുന്ന ആ കാര്യം എന്താണ്, ഇപ്പോൾ GDP എന്താണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൽ ഈ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു ഐഡിയയോടുകൂടി പോകാൻ ശ്രമിക്കുക. കാരണം അത് പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ പരീക്ഷയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും അതിൻ്റെ ഐഡിയ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റും. അങ്ങനെ ഓരോ ടോപ്പിക്കും എക്കണോമിക്സിലെ മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിൾ സെക്ഷനാണ്, നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സഹായം നൽകുന്ന രീതിയിൽ നമ്മളിവിടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അതിൽ ഒരു സിംഗിൾ ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. പിന്നെ ഡിഗ്രി പ്രിലിംസിന് വേണ്ട മറ്റുള്ള സബ്ജക്ട്സ്, ചരിത്രം, ഭൂമിശാസ്ത്രം, സിവിക്സ്, ഭരണഘടന, കല, സാഹിത്യം, സംസ്കാരം, ഇതെല്ലാം ഹോട്ട് ടോപ്പിക്സിൻ്റെ സിംഗിൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഇപ്പോൾ തൊട്ടാളും കുറച്ചായിട്ട് താല്പര്യമുള്ളവർ കണ്ടു തുടങ്ങിക്കോളുക. പിന്നെ വീഡിയോ കണ്ട് പഠിക്കാതെ ഇതിൻ്റെ എല്ലാം PDF വേണം. ക്യാപ്സ്യൂൾ PDF ആണ്. ഇതിന് ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ ഞങ്ങൾക്ക് അത് മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു കോഴ്സിലൂടെ നമ്മൾ ക്യാപ്സ്യൂൾ GK ഭാഗത്തിൻ്റെ PDF-ഉം അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ് നോട്ട്സോടെ നൽകുന്നുണ്ട്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയുള്ള ചെറിയ ക്രാഷ് കോഴ്സാണ്. ഇപ്പോഴും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം. 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും ഒക്കെ ഉള്ളവർക്ക് എല്ലാം യൂസ്ഫുൾ ആകും. 1ാം ഘട്ടംകാർക്കും ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂളാണ് ഇതിനകത്തുള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അത് നമ്മുടെ ആപ്ലിക്കേഷൻ വഴിയാണ് കോഴ്സ്. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞത് ഓർമ്മ വെക്കുക, കേട്ട് മനസ്സിലാക്കി പഠിച്ചു പോവുക. വീഡിയോയിലേക്ക് കിടക്കാം. ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം. എല്ലാവരും ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല. പേരിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം. നമ്മുടെ നേഷൻ്റെ ഇൻകം, നമ്മുടെ ദേശത്തിൻ്റെ വരുമാനം. ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ആകെ മൂല്യത്തെയാണ് ഈ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസ് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് കിട്ടണമെന്നില്ല. ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടുത്തെ നോർമൽ ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണ്. പക്ഷേ സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയാണ്. ഒരു വർഷം ഏപ്രിൽ 1 തൊട്ട് അടുത്ത വർഷത്തെ മാർച്ച് 31 വരെ, അതാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ആകെ മൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഐഡിയയും കിട്ടിക്കോളും. റിലാക്സ്ഡ് ആയിട്ടൊന്ന് കേട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിലെ ഒരു ആശയമാണ് ഈ GDP എന്ന് പറയുന്നത്. GDP എന്തായാലും നിങ്ങളൊക്കെ കുറേ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ രാഷ്ട്രീയക്കാരൊക്കെ വൈകുന്നേരത്തെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പലപ്പോഴും GDP വെച്ചൊക്കെ തർക്കിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിലും ആരെങ്കിലും TV വെച്ച് അങ്ങനെയെങ്കിലും നിങ്ങൾ കേട്ട് ഒരു പരിചിതമായിട്ടുണ്ടായിരിക്കും. GDP എന്ന് പറയുന്നത് എന്താണെന്ന് സിമ്പിളായിട്ട് ഞാൻ ആദ്യം ഒന്ന് പറയാം, എന്നിട്ട് അതിനെ ഒന്ന് വിശദീകരിച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. മനസ്സിലാക്കി പോവുക കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. ആ സെൻറ്റൻസിന് വരികൾക്കിടയിൽ കൂടി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറയാം സിമ്പിളായിട്ട്. ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ആകെ മൂല്യത്തെയാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ രാജ്യം ഒരു വലിയ വീടാണെന്ന് കരുതുക. ഒരു വലിയ വീടാണ് നമ്മുടെ രാജ്യം. ഈ വീട്ടിൽ 3 പ്രധാന ജോലികളാണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. ഒന്നാമത്തേത്, വീട്ടിലെ പറമ്പിൽ നിന്ന് ഒരു 100 രൂപയുടെ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു വീടായിട്ട് കണ്ടു. ആ വീട്ടിൽ 3 ജോലികൾ നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കാൻ ഞാൻ പറഞ്ഞു. ഒന്നാമത്തേത്, ആ വീട്ടിലെ പറമ്പിൽ നിന്ന് ഒരു 100 രൂപയുടെ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത്, ആ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു 200 രൂപയുടെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നു എന്ന് വിചാരിക്കുക. മൂന്നാമത്തേത്, ആ വീട്ടിലെ ഒരു വ്യക്തി ട്യൂഷനൊക്കെ എടുത്ത്, പുറത്തുള്ളവർക്കൊക്കെ ട്യൂഷനൊക്കെ എടുത്ത് ഒരു 300 രൂപ ഉണ്ടാക്കുന്നു. പുറത്തുള്ളവർക്ക് ഒരു 300 രൂപയ്ക്ക് ട്യൂഷൻ എടുത്ത് ഒരു
കാശുണ്ടാക്കുന്നു. അതൊരു സർവീസല്ലോ, സേവനമല്ലോ. 300 രൂപയ്ക്ക് ട്യൂഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഫീസ് വാങ്ങിച്ച് കൺസൾട്ടേഷൻ നടത്തുന്നു, അങ്ങനെയൊക്കെയുള്ള സേവനം നമുക്ക് പറയാം, സർവീസായിട്ട് പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? പറമ്പിൽ നിന്ന് 100 രൂപയുടെ തേങ്ങ, അത് കൃഷിയായിട്ട് നമുക്ക് കൂട്ടാം. വീട്ടിൽ നിന്ന് ഒരാൾ 200 രൂപയുടെ മൺപാത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു, നിർമ്മാണമല്ലേ, നിർമ്മാണമായിട്ട് കൂട്ടാം. മൂന്നാമത്തേത് സേവനം, വീട്ടിൽ ഇരുന്ന് ട്യൂഷൻ എടുത്ത് 300 രൂപ ഉണ്ടാക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആൾ 100, രണ്ടാമത്തെ ആൾ 200, മൂന്നാമത്തെ ആൾ 300. കൃഷിയിൽ നിന്ന് 100, നിർമ്മാണത്തിൽ നിന്ന് 200, അതുപോലെ സേവനത്തിൽ നിന്ന് 300. അപ്പോൾ ആ വീടിൻ്റെ ആകെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 100ഉം 200ഉം 300 ചേർത്ത് 600 രൂപയാണ് ആ വീടിൻ്റെ ടോട്ടൽ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഈ 600 രൂപ എന്ന് പറയുന്ന ആ വീടിൻ്റെ GDP ആണ്. ഇനി ആ വീടിനെ ഒരു രാജ്യമായിട്ട് എടുത്താൽ ആ രാജ്യത്തിൻ്റെ GDP 600 രൂപയാണ്. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ നിർമ്മാണവും സർവീസും കൃഷിയും അങ്ങനെ പല പല ഐറ്റം കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ 600 രൂപ എന്നൊക്കെ ഉള്ളത് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപയും ഡോളറും കാര്യങ്ങളും ഒക്കെ മാറുമെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് GDP എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണെന്ന് മനസ്സിലാക്കുക, ആകെ മൂല്യമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ GDPയിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അതിർത്തിക്കുള്ളിൽ വെച്ച് നമ്മുടെ ആ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമേ ഇന്ത്യയുടെ GDPയിൽ കൂട്ടത്തുള്ളൂ കേട്ടോ. അതൊരു ഇന്ത്യക്കാരൻ നിർമ്മിച്ചതാണേലും വിദേശി നിർമ്മിച്ചതാണേലും നമ്മുടെ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കുന്നത് നമ്മുടെ GDPയിൽ കൂട്ടും. ഇതൊക്കെ ഓർത്തിരുന്നോണം. സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് നൈസായിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഒരു ഇന്ത്യക്കാരനാണേലും വിദേശിയാണേലും അതിർത്തിക്കുള്ളിലാണ് നിർമ്മിച്ചതെങ്കിൽ നമ്മുടെ GDP കൂട്ടും. പിന്നെ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു സാധനം വിൽക്കാൻ തയ്യാറായ രൂപത്തിലുള്ള അതിൻ്റെ വിലയാണ് കണക്കാക്കുന്നത് ഈ ഫൈനൽ വാല്യൂ ആയിട്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മളൊരു i10 കാർ എടുക്കുക. ഒരു 7-7.5 ലക്ഷം രൂപ വിലയുള്ള i10 കാർ. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ടയറിന് ഒരു വില, അല്ലെങ്കിൽ പാട്ടയ്ക്ക് ഒരു വില, സ്റ്റിയറിങ്ങിന് വേറെ വില, അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളൊരു ഫൈനൽ വിലയല്ലേ കൂട്ടുന്നത്. ആ വിലയാണ് GDP കൂട്ടുന്നത്. ഒരു കാർ നിർമ്മിക്കുമ്പോൾ അതിൽ ടയറിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ വില പ്രത്യേകം ഒന്നും കൂട്ടാതെ കാറിൻ്റെ ആകെ വില നമ്മൾ GDPയിൽ ഉൾപ്പെടുത്തുന്നു. ആ ഒരു രീതിയാണ് ഫൈനൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സാധനം വിൽക്കാൻ തയ്യാറായ രൂപത്തിലുള്ള അതിൻ്റെ വിലയാണ് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. ടൈം ഒന്ന് ഓർത്തോണം. പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ അരി, ഫോണ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടറുടെ അടുത്ത് പോയി കിടന്ന ഡോക്ടറുടെ സർവീസ് സേവനം, പിന്നെ ബസ് യാത്രയ്ക്ക് പോകുന്ന അത്, ഇൻ്റർനെറ്റ് സേവനം, അതെല്ലാം ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുമെന്ന് ഓർത്തണം. സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഈ GDPയിൽ ഉൾപ്പെടും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങുന്ന അരി, ഫോണ്, പിന്നെ ഡോക്ടറുടെ സേവനം, ബസ് യാത്രയും ഇൻ്റർനെറ്റും സേവനങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ഒരു രാജ്യത്തിൻ്റെ GDP ഓരോ വർഷവും കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ രാജ്യം വളർച്ചയിലാണ് എന്നതാണ്. കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, കൂടുതൽ പേർക്ക് ജോലി ലഭിക്കുന്നു, ജനങ്ങളുടെ വരുമാനം കൂടുന്നു എന്നൊക്കെയാണ് GDP കൂടുന്നു എന്നതുകൊണ്ടുള്ള സൂചന എന്ന് പറയുന്നത്. അപ്പോൾ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സംഭവം, ആദ്യം ഡെഫിനേഷൻ നോക്കുക. ഒരു രാജ്യത്തെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മൂല്യമാണ് GNP എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മൂല്യം GNP ആണ്. ഇതിൽ വിദേശത്തുള്ള സ്വദേശികളുടെ വരുമാനവും ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കുക. ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എന്താണ് ഇത് ഉൾക്കൊള്ളുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതൊരു എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. മനസ്സിലാക്കുക, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു രാജ്യത്തെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മൂല്യമാണ് GNP എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം സഹിതം ഞാൻ ഈ കാര്യങ്ങൾ പറയാം. 3 വ്യക്തികളെ ഞാനിവിടെ പരിചയപ്പെടുത്തുവാണ്. രാഹുൽ, ജോണ്, സ്മിത്ത്. മറന്നു പോകരുത്, ഇതോർത്തണം. ഈ 3 വ്യക്തികളെ ഓർത്തണം. രാഹുൽ, ജോണ്, സ്മിത്ത്. ഈ രാഹുൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ്. 3 പേര് പറഞ്ഞു, രാഹുൽ, ജോണ്, സ്മിത്ത്. അതിൽ രാഹുൽ കേരളത്തിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു മലയാളിയാണ്. നമ്മുടെ ജോൺ ഒരു മലയാളിയാണ്, പക്ഷേ ജോൺ ജോലി ചെയ്യുന്നത് അങ്ങ് അമേരിക്കയിലാണ്. അപ്പോൾ ജോൺ അമേരിക്കയിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു മലയാളി, രാഹുൽ കേരളത്തിലിരുന്ന് ജോലി ചെയ്യുന്ന മലയാളി, ജോൺ അമേരിക്കയിലിരുന്ന് ജോലി ചെയ്യുന്ന മലയാളി, രണ്ടുപേരും ഇന്ത്യക്കാരാണല്ലോ. ഇനി 3ാമത്തെ വ്യക്തിയുടെ പേര് പറഞ്ഞല്ലോ, സ്മിത്ത്. ഈ സ്മിത്ത് എന്ന് പറയുന്ന വ്യക്തിയും ഇന്ത്യയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്, കേരളത്തിൽ തന്നെയാണെന്ന് ഓർത്താൽ മതി. പക്ഷേ ഇവനൊരു അമേരിക്കക്കാരനാണ്. 3ാമത്തെ സ്മിത്ത് ഇന്ത്യയിലിരുന്ന് തന്നെ ജോലി ചെയ്യുന്നു, പക്ഷേ ഇവനൊരു അമേരിക്കക്കാരനാണ്. സോ രാഹുൽ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യുന്ന മലയാളി, ജോൺ അമേരിക്കയിലിരുന്ന് ജോലി ചെയ്യുന്ന മലയാളി, സ്മിത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യുന്ന അമേരിക്കക്കാരൻ. ഈ 3 പേരുടെ കാര്യങ്ങൾ, 3 പേരെ ഓർത്തിരുന്നോണം. ഇവരെ വെച്ചാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാവും, ശ്രദ്ധിച്ചിരിക്കുക. GNP എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പൗരന്മാരുടെ വരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് സമ്പാദിച്ചാലും പ്രശ്നമില്ല എന്നും പറഞ്ഞു. രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലിരുന്ന് ഉണ്ടാക്കുന്ന വരുമാനവും
ജോൺ എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലിരുന്നുണ്ടാക്കുന്ന വരുമാനവും GNP യിൽ കൂട്ടും എന്ന് മനസ്സിലാക്കുക. കാരണം GNP എന്നത് ഒരു രാജ്യത്തെ പൗരന്മാരുടെ വരുമാനമാണ്. അത് അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് സമ്പാദിച്ചാലും പ്രശ്നമല്ല. സോ ആദ്യം പറഞ്ഞ കേരളത്തിലിരുന്ന് ജോലി ചെയ്യുന്ന രാഹുൽ ഉണ്ടാക്കുന്ന വരുമാനവും അമേരിക്കയിലിരുന്ന് ജോലി ചെയ്യുന്ന മലയാളിയായ നമ്മുടെ ജോൺ ഉണ്ടാക്കുന്ന വരുമാനവും GNP യിൽ കൂട്ടുമെന്ന് മനസ്സിലാക്കുക. കാരണം ഇവർ രണ്ടുപേരും ഇന്ത്യൻ പൗരന്മാരാണ്. എന്നാൽ ഈ സ്മിത്ത് എന്ന് പറയുന്ന മൂന്നാമത്തവൻ അവൻ അമേരിക്കക്കാരനല്ലേ, പക്ഷെ അവൻ ഇന്ത്യക്കകത്തിരുന്ന് തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്നാലും സ്മിത്ത് അമേരിക്കക്കാരനായതുകൊണ്ട് ഇന്ത്യയിലിരുന്ന് ഉണ്ടാക്കുന്ന വരുമാനം ഇന്ത്യയുടെ GNP യിൽ കൂട്ടുകയില്ല എന്ന് മനസ്സിലാക്കുക. കാരണം അദ്ദേഹം മറ്റൊരു രാജ്യത്തെ പൗരനാണ്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്താലും ഇന്ത്യക്കാരനല്ലെങ്കിൽ അത് ഇന്ത്യയുടെ GNP യിൽ കൂട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ആശയം, GNP എന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഈ രാഹുൽ ഇന്ത്യയിലിരുന്ന് കേരളത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് നമ്മുടെ രാഹുൽ ഇന്ത്യയിലിരുന്ന് ഒരു 100 രൂപയാണ് ഉണ്ടാക്കുന്ന വരുമാനം എന്ന് കരുതുക ഒരു വർഷം. ജോൺ ഒരു വർഷം അമേരിക്കയിലിരുന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളിയായ ജോൺ അമേരിക്കയിലിരുന്ന് ഉണ്ടാക്കുന്നത് 50 രൂപയാണ് ഒരു വർഷം ഉണ്ടാക്കുന്ന വരുമാനം എന്ന് കരുതുക. അമേരിക്കക്കാരനായ സ്മിത്ത് ഇവിടെ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സ്മിത്ത് ഇവിടെ ഇരുന്ന് ജോലി ചെയ്ത് 40 രൂപയാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇന്ത്യയുടെ GNP എന്നിട്ട് കൂട്ടാൻ പറയുവാണെങ്കിൽ ഈ രാഹുലിൻ്റെ വരുമാനവും ജോണിൻ്റെ വരുമാനവും കൂടെ കൂട്ടിയാൽ മതി. എന്ന് വെച്ചാൽ 100ഉം 50ഉം 150 രൂപയാണ്. പക്ഷേ അവിടെ സ്മിത്തിൻ്റെ കൂട്ടാൻ പറ്റത്തില്ല, കാരണം സ്മിത്ത് അമേരിക്കക്കാരനാണ്. സോ 150 രൂപയെ വരുമാനം വരത്തുള്ളൂ. ചുരുക്കത്തിൽ പണം എവിടെ ഉൽപ്പാദിപ്പിച്ചു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ പൗരന്മാരാണോ ഉണ്ടാക്കുന്നത് എന്നാണ് GNP നോക്കുന്നത്. അപ്പോൾ GNPയും GDPയും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. GDP ആണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന എല്ലാ ഉൽപ്പാദനവും GDPയിൽ വരും. അപ്പോൾ അതിൽ രാഹുലിൻ്റെയും സ്മിത്തിൻ്റെയും വരുമാനം വരും. ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലാണല്ലോ വരുന്നത്. എന്നാൽ GNPയിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഇന്ത്യൻ പൗരന്മാരുണ്ടാക്കുന്ന വരുമാനമാണ് GNPയിൽ വരുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ രാഹുലിൻ്റെയും ജോണിൻ്റെയും വരുമാനം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞത്, സ്മിത്തിൻ്റെ വരാത്തത്. GDPയിലാണെങ്കിൽ അമേരിക്കക്കാരനായ സ്മിത്തിൻ്റെ വരുമാനവും അതിനകത്ത് വരും എന്ന് മനസ്സിലാക്കുക. ഇതാണ് GDPയും GNPയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഈ ഒരു ഐഡിയയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചോദ്യം എങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇനി NNP അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ ഞാനെന്ന് പറയാം, എന്നിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP. നമ്മൾ നേരത്തെ GNP പറഞ്ഞു. ആ GNPയിൽ നിന്നും തേയ്മാനം അഥവാ ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണ് ഈ NNP എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. അപ്പോൾ NNP എന്ന് പറയുന്നത് GNP മൈനസ് ഡിപ്രിസിയേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ ഡിപ്രിസിയേഷൻ, ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു സംശയം തോന്നാം. ഒന്നുകൂടെ സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് GNPയിൽ നിന്നും തേയ്മാനം അഥവാ ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണ് എന്ന് ഓർത്തിരിക്കുക. ഇതാണ് യഥാർത്ഥ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. NNP = GNP മൈനസ് ഡിപ്രിസിയേഷൻ. ആ സെൻറ്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പയ്യെ കാര്യങ്ങളിലേക്ക് വരാം. ഉദാഹരണം എടുക്കാം. ഒരു തയ്യക്കാരനെ അങ്ങ് ഉദാഹരണം എടുക്കാം. നിങ്ങളൊരു തയ്യക്കാരനാണെന്ന് കരുതുക. നിങ്ങളൊരു തയ്യക്കാരനാണ്. അപ്പം നിങ്ങൾ ഒരു വർഷം തയ്ച്ചുണ്ടാക്കുന്ന തുണികൾ വിറ്റപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. നിങ്ങളൊരു തയ്യക്കാരനാണ്. ഒരു വർഷം നിങ്ങൾ മൊത്തത്തിൽ തയ്ച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആകെ വരുമാനം. GNP എന്ന് പറയുന്നത്, GNP എന്ന് തൽക്കാലം കരുതുക നിങ്ങളുടെ ആകെ ഒരു വരുമാനത്തെ. അപ്പോൾ ഒരു വർഷം നിങ്ങൾ മൊത്തം തയ്യൽ ജോലി ചെയ്തപ്പോൾ, തയ്യക്കാരനായ നിങ്ങൾ തയ്യൽ ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടി. ഇതാണ് നിങ്ങളുടെ ആകെ വരുമാനം, GNP എന്ന് തൽക്കാലം ഒന്ന് കരുതുക. പക്ഷേ ആ വർഷം തയ്യൽ മെഷീൻ നിരന്തരം ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ സൂചി ഒടിഞ്ഞു പോയി, പിന്നെ ഇടയ്ക്ക് മോട്ടർ കേടായി, പിന്നെ തേയ്മാനം സംഭവിച്ചു, പിന്നെ അങ്ങനെ കുറേ പരിപാടികൾക്കൊക്കെ നിങ്ങൾക്ക് ചിലവ് വന്നു. അപ്പോൾ ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 5000 രൂപ ചിലവായി എന്നും വിചാരിക്കുക. 5000 രൂപ ചിലവായി. ആദ്യം നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയത് 1 ലക്ഷം രൂപയാണ് ഇത് മൊത്തം തയ്യൽ ജോലി ചെയ്ത് കിട്ടിയത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സൂചി ഒടിഞ്ഞതിനും മോട്ടർ കേടായതിനും ഒക്കെ കാശ് കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു 5000 രൂപയും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള യഥാർത്ഥ ലാഭം എത്രയാണ്? 1,00,000 നിന്ന് 5000 കുറയ്ക്കണ്ടേ? അത് എത്രയാണ്? 95,000 രൂപ ഏകദേശം വരും. അപ്പോൾ ആ ഒരു 95,000 രൂപയാണ് നിങ്ങളുടെ ലാഭം യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ ഉള്ളത്. ഈ 95,000 രൂപയാണ് NNP എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായോ? അപ്പോൾ ആ 5000 രൂപയാണ് നമ്മൾ ആദ്യം ഒരു 5000 രൂപ പറഞ്ഞല്ലോ, സൂചി ഒടിഞ്ഞതിനും തേയ്മാനത്തിനും അതിനും ഇതിനും കൊടുക്കേണ്ടത്. അപ്പോൾ 5000 രൂപയെ നമുക്ക് ഡിപ്രിസിയേഷൻ അഥവാ തേയ്മാനം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഐറ്റത്തിനെ ഡിപ്രിസിയേഷൻ അഥവാ തേയ്മാനം എന്ന് പറയുന്നു. അത് ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ചിലവാക്കിയിട്ട് മിച്ചമുള്ള നമ്മുടെ ലാഭം ഉണ്ടല്ലോ, അതാണ് NNP എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ എന്താണ് NNP എന്ന് ചോദിച്ചാൽ,
ഒരു രാജ്യം സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെയുള്ള ഈ യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ എന്നിവയ്ക്കൊക്കെ കാലപ്പഴക്കം കൊണ്ടും മൂല്യത്തകർച്ചയൊക്കെ സംഭവിക്കും. അവ നന്നാക്കാനോ പുതിയത് വാങ്ങാനോ കുറച്ച് പണം ഒക്കെ മാറ്റിവെക്കേണ്ടി വരും. ആ തുക കുറച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ യഥാർത്ഥ വരുമാനം എത്രയാണെന്ന് അറിയാൻ സാധിക്കൂ. അതാണ് ഈ NNP എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും കൃത്യമായ ചിത്രം നൽകുന്നത് ഈ NNP ആണ്. നമ്മൾ ഈ പറഞ്ഞ NNP. കാരണം നമ്മൾ ഇത്ര ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും വേറെ കുറേ കാര്യത്തിന് വേണ്ടി ചിലവാക്കണ്ടേ. അപ്പോൾ ചിലവ് കഴിഞ്ഞുള്ള ലാഭമാണ് യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ വരുമാനം എന്ന് പറയുന്നത് ഈ NNP ആണ്. അതുകൊണ്ടാണ് ഇതിനെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്നൊക്കെ NNPയെ വിളിക്കുന്നത്. NNPയെ ദേശീയ വരുമാനം എന്നൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് യഥാർത്ഥ വരുമാനം. അപ്പോൾ NNP ഇനി കാണുന്നത് എങ്ങനെയാണ്? നമുക്ക് GNP ആയിട്ട് കിട്ടുന്ന ആകെ തുകയിൽ നിന്ന് ആ ഡിപ്രിസിയേഷൻ അഥവാ തേയ്മാനം കുറയ്ക്കുമ്പോഴാണ് NNP കിട്ടുന്നത് എന്ന് പറഞ്ഞ ആ കാര്യം ഐഡിയ കിട്ടിയല്ലോ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ വേറെ കുറേ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കത്തില്ലേ, അതാണ്. അപ്പോൾ ആകെ ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്നും യന്ത്രങ്ങളുടെയും മറ്റ് അറ്റകുറ്റപ്പണികൾക്കൊക്കെ ചിലവ് വന്ന കാര്യങ്ങളെല്ലാം കൂടെ കുറച്ചാൽ കിട്ടുന്നതാണ് NNP. അപ്പോൾ എന്താണ് NNP, GNP, GDP എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ആ ഐഡിയയാണ് ഞാൻ വീണ്ടും പറയുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇനി ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അങ്ങനെ വിവിധ രീതികളുണ്ട് ഈ ദേശീയ വരുമാനം അളക്കാൻ വേണ്ടി. ഇതിൻ്റെ ആ ഒരു ഡെഫിനേഷൻ മാത്രം വായിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ സഹിതം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ കാര്യം സിമ്പിളാണ്. അപ്പോൾ ആദ്യം ദേശീയ വരുമാനം അളക്കുന്ന രീതികളിൽ പ്രൊഡക്റ്റ് മെത്തേഡ് അഥവാ ഉൽപ്പാദന രീതി. ഉൽപ്പാദനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവിനെ കണക്കാക്കുന്നതാണ് ഉൽപ്പാദന രീതി അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. സെൻറ്റൻസ് മാത്രം വായിക്കുമ്പോൾ ഐഡിയ കിട്ടത്തില്ല. എക്സാമ്പിൾ ഞാൻ പറയാം, അത് മനസ്സിലാക്കി പോവാം. ഓക്കെ. ഇപ്പം ഒരു രാജ്യത്ത് ഗോതമ്പിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടെന്നൊന്ന് കരുതുക. ഗോതമ്പിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുന്ന മാത്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരു രാജ്യത്തുള്ളത് എന്ന് കരുതുക. ഇവിടെ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഈ വാല്യൂ ആഡ് ആകുന്നത് അല്ലെങ്കിൽ മൂല്യം വർദ്ധിക്കുന്നത് എന്ന് ഞാനിവിടെ വിശദീകരിച്ച് തരാം. ആ ഒരു കാര്യം എക്സാമ്പിൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കോളും എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ളത്. ഉൽപ്പാദന രീതി അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു രാജ്യത്ത് ഗോതമ്പിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടെന്ന് വിചാരിക്കാൻ ഞാൻ പറഞ്ഞു. ഗോതമ്പ് ചുമ്മാ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഒരു കർഷകൻ, ആ കർഷകൻ്റെ ഈ കുറേ വിത്ത് കുറേ കാലമായിട്ട് ഫ്രീ ആയിട്ട് ആരോ കൊടുത്തു, കുറേ വിത്തിരിപ്പുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ട് കുറച്ച് വിത്തുണ്ട്, അവൻ 5 പൈസ മുടക്കാതെ അവൻ്റെ ഈ വിത്തുണ്ട്. അവൻ ആ വിത്ത് ഉപയോഗിച്ച് ഗോതമ്പ് കൃഷി ചെയ്ത് ഗോതമ്പ് ഉണ്ടാക്കുന്നു. അവന് 0 കോസ്റ്റ്, കാരണം അവൻ്റെ കയ്യിൽ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അവൻ ഗോതമ്പ് ഉണ്ടാക്കുന്നു. ആ ഗോതമ്പിന് അവൻ 100 രൂപ വിലയിട്ടു. സോ അവിടെ ഒരു മൂല്യം അതിൻ്റെ മുകളിൽ ആഡായല്ലോ, ഒരു വാല്യൂ ആഡായല്ലോ, ഒരു മൂല്യം വർദ്ധിച്ചല്ലോ, മൂല്യവർദ്ധനം ഉണ്ടായല്ലോ. അതാണ് 100 രൂപ. ആ കർഷകൻ ഗോതമ്പ് അവൻ്റെ കയ്യിലുള്ള, അവന് 0 ചിലവാണ്, കയ്യിൽ വിത്തുണ്ടായിരുന്നു, വിത്തിട്ട് ഗോതമ്പുണ്ടാക്കി, ഗോതമ്പിന് 100 രൂപ മൂല്യം ഇട്ടു. അപ്പോൾ വാല്യൂ ആഡ് ചെയ്തത്, മൂല്യം വർദ്ധിച്ചത് 100 ആയല്ലോ. ഓക്കെ ആയല്ലോ. ഇനി വേറൊരു ഘട്ടം, ആദ്യത്തെ ഘട്ടം കർഷകൻ്റെ 100 രൂപ വാല്യൂ ആദ്യം ഉണ്ടായി, വാല്യൂ ആഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഘട്ടം, ഒരു മില്ലുടമ എക്സാമ്പിൾ എടുക്കുക. ഈ മില്ലുടമ ഗോതമ്പ് വാങ്ങി പൊടിയാക്കുന്നു. മില്ലുടമയ്ക്ക് ഗോതമ്പ് വാങ്ങണമെങ്കിൽ 100 രൂപ കൊടുക്കണമല്ലോ. അപ്പോൾ 100 രൂപ കർഷകനിട്ട വില കൊടുത്ത് 100 രൂപയുടെ ഗോതമ്പ് വാങ്ങി പൊടിക്കുന്നു. എന്നിട്ട് അവൻ ആ ഗോതമ്പ് പൊടിക്ക് 150 രൂപ വിലയിടുന്നു. അപ്പം 100 രൂപയുടെ മൂല്യത്തിൽ നിന്ന് അവിടെ 50 രൂപ വീണ്ടും ഒരു മൂല്യം ആഡായി, വീണ്ടും ഒരു വാല്യൂ ആഡായി, വീണ്ടും ഒരു മൂല്യം വർദ്ധിച്ചു. ഇപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 50 രൂപ കൂടി. അപ്പം ഇവിടെ മൂല്യം വർദ്ധിച്ച് എത്രയാണ്? 50 വർദ്ധിച്ചത്. 0ൽ നിന്ന് കർഷകൻ 100 രൂപ ആഡ് ചെയ്തപ്പം മൂല്യം 100 വർദ്ധിച്ചു. രണ്ടാമത് മില്ലുടമ 100 രൂപയ്ക്ക് ഗോതമ്പ് മേടിച്ച് പൊടിപ്പിച്ചിട്ട് 50 രൂപ ആഡ് ചെയ്തപ്പോൾ 50 രൂപ മൂല്യം വർദ്ധിച്ചല്ലേ. ഇനി ഒരു ബേക്കറി ഉടമ ഈ പൊടി വാങ്ങി ബ്രെഡ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ബേക്കറി ഉടമ അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഗോതമ്പ് പൊടി മേടിക്കുന്നത്? 150 രൂപയ്ക്ക്. 150 രൂപയ്ക്ക് ഈ ഗോതമ്പ് പൊടി മേടിച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് 250 രൂപയ്ക്ക് വിൽക്കുന്നു. സോ വീണ്ടും അവിടെ മൂല്യം വർദ്ധിച്ചു. മൂല്യം എത്രയാണ് കൂടിയത്? 100 രൂപ. 150ൽ നിന്ന് 100 രൂപ കൂടി. അപ്പോൾ 100 രൂപ വാല്യൂ ആഡ് ചെയ്തു, 100 രൂപ മൂല്യം വർദ്ധിച്ചു. വാല്യൂ ആഡ് മനസ്സിലായല്ലോ. അപ്പോൾ ആകെ മൂല്യവർദ്ധനം ഇത്ര ഒരു കണ്ടീഷൻ ഘട്ടങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ എങ്ങനെയാണ്? രാജ്യത്ത് ഗോതമ്പ് പൊടിയിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു രീതി മാത്രമാണുള്ളതെന്ന് ഇമാജിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഇത്രയും കണ്ടീഷൻ വെച്ചാൽ ആകെ എത്രയാണ് മൂല്യം ഉണ്ടായത്? ആദ്യം കർഷകൻ ഒരു 100 രൂപ ആഡ് ചെയ്തു, പിന്നെ മില്ലുടമ ഒരു എക്സ്ട്രാ 50 രൂപ ആഡ് ചെയ്ത് 150, പിന്നെ ബേക്കറി ഉടമ വീണ്ടും 100 രൂപ കൂട്ടിയാണ് ബ്രെഡ് ഉണ്ടാക്കി വിറ്റത്. അപ്പോൾ 150 100 250 രൂപ അവിടെ മൂല്യം ആഡായി, വാല്യൂ ആഡായി, മൂല്യം വർദ്ധിച്ചു. സോ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു
രീതിയിൽ ഈ ഓരോ ഘട്ടത്തിലും കൂട്ടിച്ചേർത്ത മൂല്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്കൊരാകെ ഉൽപ്പാദനം ലഭിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഉൽപ്പാദന രീതിയിലൂടെ കണക്കാക്കുന്ന ദേശീയ വരുമാനം എന്ന് മനസ്സിലാക്കുക. ഉൽപ്പാദന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്, പ്രൊഡക്റ്റുകളിലൂടെ ഇങ്ങനെ വാല്യൂ ആഡായി ഇങ്ങനെ മൊത്തം കൂട്ടി ഒരു രാജ്യത്തിന് പറയുമ്പോൾ ഈ ഒരു ഐറ്റം മാത്രമല്ല, ഒത്തിരി ഐറ്റങ്ങളും സംഭവങ്ങളും എന്തുമാത്രം കാര്യങ്ങളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയുള്ളതെല്ലാം കൂട്ടി വരുന്നതാണ് ഉൽപ്പാദന രീതിയിലൂടെ കണക്കാക്കുന്ന ദേശീയ വരുമാനം. അപ്പം നമ്മൾ ഓരോ ഘട്ടത്തിലും വിൽപ്പന വില മാത്രം കൂട്ടിയാൽ അത് തെറ്റായ കണക്കാവും. കാരണം അതിൽ ഗോതമ്പിൻ്റെ വിലയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പലതവണ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ വിൽപ്പന വില മാത്രമല്ല, ഓരോ ഘട്ടത്തിലും പുതുതായി ഉണ്ടായ മൂല്യമാണ് മെയിൻലി ഇവിടെ കണക്കാക്കി നമ്മൾ കൂട്ടുന്നത്, അല്ലേ? അപ്പം വിൽക്കുന്ന വില ഇപ്പം ആദ്യം കൃഷിക്കാർ 100 വിറ്റു, പിന്നെ രണ്ടാമത്തെ 150 വിറ്റു, അപ്പോൾ 100-150 അല്ല കൂട്ടിയത്, ആ എക്സ്ട്രാ കൂടിയ മൂല്യമല്ലേ കൂട്ടിയത്. അപ്പോൾ വിൽപ്പന വിലയല്ല ഇവിടെ കൂട്ടുന്നത്, ആ മൂല്യമാണ് കൂട്ടുന്നത്. അപ്പോൾ ഇത് കണക്കാക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഇൻ്റർമീഡിയറ്റ്സ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എത്രയാണ് മൂല്യവർദ്ധനവ്, വാല്യൂ ആഡഡാണ് മൂല്യവർദ്ധനവ്, അതെന്ന് പറയുന്നത് എത്രയാണോ അതിൻ്റെ ഔട്ട്പുട്ട്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു ഔട്ട്പുട്ടിൻ്റെ തുക, ഇത് അവസാനം വന്ന തുകയില്ലേ, തുക മൈനസ് അതിനകത്ത് ഇടയിൽ വന്ന കോസ്റ്റ് ഉണ്ടല്ലോ, ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ്. ഇപ്പോൾ കർഷകൻ ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ് ഒന്നുമില്ല, അവൻ 0 രൂപയ്ക്കാണ് അവൻ്റെ വിത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ബേക്കറി ഉടമയ്ക്ക് 100 രൂപ അടുത്ത് ഗോതമ്പ് മേടിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ് ബേക്കറി ഉടമയാണ് 100 രൂപ കുറയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ് കുറച്ചിട്ട് കിട്ടുന്ന തുക. വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ്, വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കോസ്റ്റ് ഗുഡ്സ് എന്ന് പറയും. വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, അതാണ് ഈ ഒരു മൂല്യവർദ്ധനവ് കാണാനുള്ള ഫോർമുല എന്നോട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഇനി ദേശീയ വരുമാനം അളക്കുന്ന രീതികളിൽ ഇൻകം മെത്തേഡ്, വരുമാന രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് കുറച്ചുകൂടെ സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവും, ആ സെൻറ്റൻസിൽ തന്നെയുണ്ട്. വേതനം, പലിശ, ലാഭം, വാടക തുടങ്ങിയ വരുമാനങ്ങൾ കൂട്ടിക്കണക്കാക്കുന്നതാണ് ഇൻകം മെത്തേഡ്. മൊത്തം കിട്ടുന്ന കാശിൻ്റെ ടോട്ടൽ കൂട്ടിക്കണക്കാക്കുന്ന പരിപാടിയാണ് ഈ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം മെത്തേഡ് ദേശീയ വരുമാനം കണക്കാക്കുന്ന ഒരു രീതിയാണത് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. സെൻറ്റൻസിൽ തന്നെയുള്ള അർത്ഥം തന്നെ. ഇപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ ഒക്കെ പണം ഉണ്ടാക്കുമ്പോൾ അത് പ്രധാനമായും 4 രൂപങ്ങളിലാണ് നമുക്ക് ലഭിക്കുന്നത്, 4 രീതിയിലാണ് വരുമാനം കിട്ടുന്നത്. ഒന്നാമത്തേത് കൂലി അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ സാലറി കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ, പിന്നെ രണ്ടാമത്തേത് വാടക എന്ന് പറയുന്നത്, ഏതെങ്കിലുമൊക്കെ നമുക്കൊരു കെട്ടിടമൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്താൽ നമുക്കൊരു വരുമാനം കിട്ടുമല്ലോ, അപ്പോൾ വാടക. പിന്നെ പലിശ, നമുക്ക് കാശുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടാൽ നമുക്ക് പലിശ കിട്ടത്തില്ലേ എല്ലാ മാസവും, അപ്പോൾ പലിശ. അപ്പോൾ കൂലി, വാടക, പലിശ. പിന്നെ ബിസിനസ്സുകാരാണെങ്കിൽ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ, ഒരു കടക്കാരനാണെങ്കിൽ, പലചരക്ക് കടക്കാരനാണെങ്കിൽ ആ സാധനങ്ങൾ വിറ്റിട്ട് അതിനകത്ത് കിട്ടുന്ന ലാഭമാണ് അയാളുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി കിട്ടുന്നതാണ് ഈ പറഞ്ഞ പോലെ ഇൻകം മെത്തേഡിൽ നമുക്ക് നാഷണൽ ഇൻകം കാണാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാം കൂടെ കൂട്ടിക്കിട്ടുന്ന ഈ വരുമാനങ്ങൾ കൂട്ടിക്കിട്ടുന്ന കൂലി, വാടക, പലിശ, ലാഭം, ഇവയൊക്കെ കൂട്ടിക്കിട്ടുന്ന ഒരു എമൗണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തെ ഒരു രാജ്യമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. വളരെ ചെറിയൊരു ഗ്രാമം, വലിയ വരുമാനമൊന്നുമില്ലാതെ ചെറിയൊരു ഗ്രാമം. അവിടെയുള്ള തൊഴിലാളികൾക്കെല്ലാം ആകെ ഒരു 50,000 രൂപ ശമ്പളമായിട്ട് ലഭിച്ചു. കടകൾക്കും ഫാക്ടറികൾക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ, അതിൽ വാടക ഇനത്തിൽ ഒരു 10,000 രൂപ ലഭിച്ചു എന്ന് വിചാരിക്കുക. ഇനി നിക്ഷേപങ്ങൾ, അവിടുത്തെ നിക്ഷേപങ്ങൾക്കെല്ലാം കൂടെ പലിശയായിട്ട് ഒരു 5,000 രൂപ ലഭിച്ചു. ഇനി കടയുടമകളും മുതലാളിമാരും അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്കെല്ലാം ലാഭമായിട്ട് ഒരു 20,000 രൂപയും ലഭിച്ചു. അപ്പോൾ തൊഴിലാളികൾക്ക് 50,000 രൂപ ശമ്പളം, കടകൾക്കും ഫാക്ടറികൾക്കും വാടകയായിട്ട് 10,000, നിക്ഷേപങ്ങൾക്ക് പലിശ 5,000, കടയുടമകൾക്കും മുതലാളികൾക്കൊക്കെ ഒരു ലാഭം 20,000 കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 85,000 രൂപയോളം വരും. അപ്പോൾ ഇതാണ് ഈ ഒരു എല്ലാം കൂടെ കൂട്ടുന്ന ആ ഒരു ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ ദേശീയ വരുമാനം ഈ രീതിയിൽ കണക്കാക്കാൻ അങ്ങ് സെറ്റാക്കിയാൽ മതി എന്ന് ഓർത്താൽ മതി. സിമ്പിളായിട്ട് വെയ്ജ് അഥവാ ശമ്പളം, പിന്നെ റെൻറ്റ് അഥവാ വാടക, പിന്നെ ഈ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് അഥവാ പലിശ, പിന്നെ പ്രോഫിറ്റ് അഥവാ പി, W+R+I+P എന്ന ഒരു രീതിയിൽ നാഷണൽ ഇൻകം കണക്കാക്കാമെന്ന് കൂടെ ഓർത്തോണ്ടാൽ മതി. ആ ഒരു ഫോർമുലയിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്ന ആ ഒരു ഫോർമുല സിമ്പിളായിട്ട് അങ്ങനെ ഒന്ന് ഓർത്തു. W+R+I+P അതാണ് നാഷണൽ ഇൻകം മെത്തേഡിലൂടെ കണക്കാക്കാനുള്ള ഒരു ഫോർമുല എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ലോട്ടറി അടിച്ച പൈസ, പിന്നെ പെൻഷന്, പോക്കറ്റ് മണി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഈ കണക്കിൽ ഉൾപ്പെടുത്തില്ല. കാരണം ഇവയ്ക്ക് പകരമായി പുതിയ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ.
ഇവ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ലോട്ടറി അടിച്ച പണം, പെൻഷന്, അതുപോലെ പോക്കറ്റ് മണി അങ്ങനെയുള്ളവ ഇതിൽ കണക്കിൽ ഉൾപ്പെടുത്തില്ല എന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തോളുക. ഓക്കെ, ഇനി ദേശീയ വരുമാനം അളക്കുന്ന രീതിയിലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി നമുക്ക് നോക്കാം. പേരിൽ തന്നെ കിട്ടുന്ന അർത്ഥം ചെലവ്, ആൾക്കാർ മുടക്കുന്ന ചെലവ് വെച്ചാണ് ഈ ഒരു മെത്തേഡിൽ ദേശീയ വരുമാനം അളക്കുന്നത്. ഉപഭോഗം, നിക്ഷേപം, സർക്കാർ ചെലവ് എന്നിവ കണക്കാക്കുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, എന്താണെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ ലളിതമായി പറയുവാണെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങളും ഗവൺമെൻറ്റും ഒരു വർഷം നടത്തുന്ന ആകെ ചിലവുകൾ കൂട്ടി നോക്കിയാൽ നമുക്ക് ദേശീയ വരുമാനം ലഭിക്കും. അതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു രാജ്യത്തെ ജനങ്ങളും ഗവൺമെൻറ്റും ഒരു വർഷം നടത്തുന്ന ആകെ ചിലവുകൾ അതെല്ലാം കൂടെ കൂട്ടി നോക്കിയാലും നമുക്ക് ദേശീയ വരുമാനം ലഭിക്കും. ഒരു രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ എത്ര പണം ചിലവാക്കുന്നു എന്നതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രധാനമായും 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിനെ ഒന്നാമത്തേതാണ് ഉപഭോഗം അഥവാ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ സി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ഭക്ഷണം, വസ്ത്രം, ചികിത്സ, വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായി നടത്തുന്ന ചിലവാണ് ഈ ഉപഭോഗം അഥവാ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് സി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് നിക്ഷേപം അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഐ എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. പുതിയ ഫാക്ടറികൾ തുടങ്ങുക, മെഷീനുകൾ വാങ്ങുക, വീടുകൾ നിർമ്മിക്കുക തുടങ്ങിയ ഭാവിയിൽ വരുമാനം നൽകുന്ന കാര്യങ്ങൾക്കായി ബിസിനസ്സുകാരുമൊക്കെ മറ്റും നടത്തുന്ന ചെലവിനെയാണ് നിക്ഷേപം അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഐ എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. വിവിധ ചെലവുകളാണ് ഈ പറയുന്നത്. ഇനി സർക്കാർ ചെലവ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ജി എന്ന ലെറ്ററിൽ സൂചിപ്പിക്കുന്നു. റോഡ്, പാലം എന്നിവയുടെ നിർമ്മാണം, പട്ടാളക്കാർക്കും അധ്യാപകർക്കും ഒക്കെ നൽകുന്ന ശമ്പളം, പിന്നെ വെൽഫെയർ ആക്ടിവിറ്റി, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കായി സർക്കാർ നടത്തുന്ന ചെലവുകളുണ്ടല്ലോ, അതാണ് സർക്കാർ ചെലവ് അഥവാ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ജി എന്ന ലെറ്ററിലാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ അറ്റ കയറ്റുമതി എന്ന് പറയും. എന്ന് വെച്ചാൽ നെറ്റ് എക്സ്പോർട്ട്. നമ്മൾ കുറേ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങൾ വാങ്ങുന്ന തുകയിൽ നിന്നും നമ്മൾ വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങാൻ ചിലവാക്കിയ തുക കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് അറ്റ കയറ്റുമതി അഥവാ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഈ ഒരു രാജ്യത്തെ ഒരു വർഷത്തെ കണക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിലാണെന്ന് വിചാരിക്കുക. ജനങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ചിലവാക്കുന്നത് 500 രൂപ, ബിസിനസ്സുകാർ പുതിയ മെഷീനുകൾ വാങ്ങാൻ ചിലവാക്കുന്നത് 200 രൂപ, സർക്കാർ റോഡ് പണിയാൻ ചിലവാക്കുന്നത് ഒരു 300 രൂപയാണെന്ന് വിചാരിക്കുക. പിന്നെ ഈ വിദേശത്തേക്ക് വിറ്റത് 100 രൂപയും അതുപോലെ തന്നെ ഇറക്കുമതി ചെയ്തത് ഒരു 50 രൂപയ്ക്കുമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 50 രൂപ ലാഭം കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചിലവെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ ദേശീയ വരുമാനം എത്രയായിരിക്കും? ജനങ്ങൾ സാധനം വാങ്ങാൻ ചിലവാക്കിയ ആദ്യം 500, പിന്നെ ബിസിനസ്സുകാർ പുതിയ മെഷീനുകൾ വാങ്ങിയത് 200, സർക്കാർ റോഡ് പണിയാൻ ചിലവാക്കിയത് 300, പിന്നെ നമ്മുടെ നെക്സ്റ്റ് എക്സ്പോർട്ടിൽ നിന്ന് കിട്ടിയ ലാഭം 50 രൂപ. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1050 രൂപ. അപ്പോൾ 1050 രൂപയാണ് ദേശീയ വരുമാനം, ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയാണ് ദേശീയ വരുമാനം കാണുന്നത്. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ സി അല്ലെങ്കിൽ ഉപഭോഗം, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അഥവാ ഐ അല്ലെങ്കിൽ നിക്ഷേപം, സർക്കാർ ചെലവ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ജി, പിന്നെ അറ്റ കയറ്റുമതി അഥവാ നെറ്റ് എക്സ്പോർട്ട്, ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ദേശീയ വരുമാനം എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കാണുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു സൂത്രവാക്യം ഇതിനകത്ത് എന്ന് പറയുന്നത്, പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് GDP. ഈ ഒരു രീതിയിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ GDP കാണുമ്പോൾ C+I+G+X-M എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട്, എം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്, അതിൽ നിന്ന് വ്യത്യാസമാണ് X-M എന്ന് പറയുന്നത്. അപ്പം C+I+G+X-M ആണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഈ പറഞ്ഞ പോലെ GDP കാണാനുള്ള മെത്തേഡെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ചുരുക്കത്തിൽ ഈ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് 3 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ഈ 3 രീതിയിൽ കണക്കാക്കിയാലും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും ലഭിക്കുക. രാജ്യത്തിൻ്റെ ഈ ഒരു നാഷണൽ ഇൻകം കണക്കാക്കുന്ന രീതിയിൽ ഈ 3 രീതിയിൽ കണക്കാക്കിയാലും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം ഒരു ഡെഫിനിഷൻ എന്ന രീതി പറയുവാണെങ്കിൽ ഒരു രാജ്യത്തെ ശരാശരി ഒരാളുടെ വരുമാനത്തെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ശരാശരി ഒരാളുടെ വരുമാനമാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുലയൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കാറുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പ്രതിശീർഷ വരുമാനം കിട്ടുന്നു. ഇതാണ് ഒരു പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് സംഭവം എന്നൊക്കെയുള്ള മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുക ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും. ഒരു നിശ്ചിത കാലയളവിൽ, സാധാരണയായിട്ട് ഒരു വർഷമാണ്, ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനത്തെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് വിളിക്കുന്നത്.
എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ ആകെ ദേശീയ വരുമാനത്തെ അവിടുത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണത്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ രാജ്യത്തെ സമ്പത്ത് ഓരോ പൗരനും തുല്യമായി വീതിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ ലഭിക്കും? ആ ഒരു കണക്കാണ് ഈ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചികകളിലൊന്നാണ് ഈ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. കേവലം ദേശീയ വരുമാനം മാത്രം നോക്കിയാൽ ഒരു രാജ്യം സമ്പന്നമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം വലിയ ദേശീയ വരുമാനമുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ ഭയങ്കരമായിട്ട് കൂടുതലാണെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം കുറവായിരിക്കും. അതിനാൽ ജനങ്ങളുടെ ജീവിത നിലവാരം എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിലയിരുത്താൻ പ്രതിശീർഷ വരുമാനമാണ് കൂടുതൽ കൃത്യമായ ഒരു അളവ് തരുന്നത്, ഒരു അളവുകോൾ എന്ന് വേണമെങ്കിൽ പറയാം. ലോകബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളൊക്കെ രാജ്യങ്ങളെ വികസിതമെന്നും വികസ്വരമെന്നും ഒക്കെ തരംതിരിക്കുന്നത് ഈ പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ദേശീയ വരുമാനത്തെക്കുറിച്ചും അതുപോലെ ഈ പ്രതിശീർഷ വരുമാനത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ച ആദ്യത്തെ വ്യക്തി നമ്മുടെ ഇന്ത്യയുടെ വയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ദാദാബായ് നവറോജിയാണ്. 1867-68 കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പഠനത്തിനനുസരിച്ച് ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം പ്രതിവർഷം വെറും അന്നത്തെ 20 രൂപ മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകമുണ്ട്. ആ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു കണക്കുകൾ അവതരിപ്പിച്ചത്. പിന്നീട് 1931-32 കാലഘട്ടത്തിൽ VKRV റാവു കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ ഈ ഒരു പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നതൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ഈ കണക്കുകൾ പുറത്തുവിടുന്നത്. പെർ ക്യാപിറ്റ ഇൻകവുമായിട്ടുള്ള കണക്കുകൾ സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ പുറത്തുവിടുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഈ പ്രതിശീർഷ വരുമാനം പ്രധാനമായും 2 രീതിയിൽ രേഖപ്പെടുത്താറുണ്ട്. നിലവിലുള്ള വിപണി വിലയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതിനെ നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം അഥവാ നോമിനൽ പ്രതിശീർഷ വരുമാനമെന്നും, വിലക്കയറ്റം ഒഴിവാക്കി ഒരു അടിസ്ഥാന വർഷത്തെ ഒരു ബേസ് ഇയർ വിലയുമായി താരതമ്യം ചെയ്ത് കണക്കാക്കുന്നതിനെ യഥാർത്ഥ പ്രതിശീർഷ വരുമാനം അഥവാ റിയൽ പെർ ക്യാപിറ്റ ഇൻകം എന്നും വിളിക്കുന്നു. പ്രതിശീർഷ വരുമാനം പ്രധാനമായും 2 രീതിയിൽ രേഖപ്പെടുത്താറുണ്ട്. നിലവിലുള്ള വിപണി വിലയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതിനെ നോമിനൽ പ്രതിശീർഷ വരുമാനമെന്നും, വിലക്കയറ്റം ഒഴിവാക്കി ഒരടിസ്ഥാന വർഷത്തെ വിലയുമായി താരതമ്യം ചെയ്ത് കണക്കാക്കുന്നതിനെ യഥാർത്ഥ പ്രതിശീർഷ വരുമാനമെന്നും വിളിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ റിയൽ പ്രതിശീർഷ വരുമാനമാണ്, റിയൽ പെർ ക്യാപിറ്റ ഇൻകമാണ് സഹായിക്കുന്നത് എന്നോർത്തിരിക്കുക. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ റിയൽ പെർ ക്യാപിറ്റ ഇൻകമാണ് സഹായിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഇതിനായി ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന വർഷം എന്ന് പറയുന്നത് 2011-12 ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. വിലക്കയറ്റം ഒഴിവാക്കി അടിസ്ഥാന വർഷത്തെ വിലയുമായി ഒരു ബേസ് ഇയർ സെറ്റ് ചെയ്തിട്ട് ആ ബേസ് ഇയറിലെ വിലയുമായി താരതമ്യം ചെയ്ത് കണക്കാക്കുന്ന പ്രതിശീർഷ വരുമാനമാണ് റിയൽ പ്രതിശീർഷ വരുമാനം അഥവാ യഥാർത്ഥ പ്രതിശീർഷ വരുമാനം അഥവാ റിയൽ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇന്ത്യയിൽ 2011-12 വർഷമാണ് ഇതിൻ്റെ ബേസ് ഇയർ എന്ന് പറയുന്നത്. പ്രതിശീർഷ വരുമാനത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇതൊരു ശരാശരി കണക്ക് മാത്രമായതുകൊണ്ട് രാജ്യത്തെ വരുമാന അസമത്വം എന്ന് വെച്ചാൽ ഇൻകം ഇൻഇക്വാലിറ്റി ഇത് ശരിക്കും വെളിപ്പെടുത്തുന്നൊന്നുമില്ല. കാരണം ഇപ്പം രാജ്യത്തെ 1% ആളുകൾ വലിയ സമ്പന്നരും ബാക്കിയുള്ളവർ ദരിദ്രരുമൊക്കെ ആണെങ്കിലും ശരാശരി കണക്കാക്കുമ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട വരുമാനമായിട്ട് തോന്നാം. കാരണം ഇപ്പം അംബാനിക്ക് ഉള്ള വരുമാനം അല്ലല്ലോ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക്. പക്ഷേ ടോട്ടൽ ആ ഒരു അംബാനിയുടെ കിട്ടുന്ന എമൗണ്ടും എല്ലാം കൂടെ ആയിട്ട് ഈ ഒരു രീതി കാൽക്കുലേറ്റ് ചെയ്യുമ്പം എല്ലാവർക്കും ഒരു മിനിമം ഇത് കാണും. പക്ഷേ അത് റിയാലിറ്റി അല്ലല്ലോ, നമുക്കറിയാമല്ലോ. സോ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ശരാശരി കണക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വരുമാന അസമത്വം ഇത് വെളിപ്പെടുത്തുന്നില്ല. പറഞ്ഞ പോലെ രാജ്യത്തെ 1% ആളുകൾ വലിയ സമ്പന്നരും ബാക്കിയുള്ളവർ ദരിദ്രരും ഒക്കെ ആണെങ്കിൽ ശരാശരി കണക്കിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട വരുമാനമുള്ളതായിട്ടൊക്കെ തോന്നും ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ പരിസ്ഥിതി നാശം, ആരോഗ്യ നിലവാരം, വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഈ കണക്കിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്ന് പ്രതിശീർഷ വരുമാനത്തോടൊപ്പം മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൂടി സാമ്പത്തിക വിശകലനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉപയോഗിക്കുമ്പോഴും അതിനകത്തും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെക്കാട്ടിലും കുറേ പുറകെ നിൽക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ഇപ്പോൾ ഒരു ശ്രീലങ്ക എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 3-4 വർഷം മുമ്പ് അവിടുത്തെ ജനങ്ങൾ അവിടെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ലാത്ത, ഇപ്പോഴത്തെ പോലെ യുദ്ധത്തിൻ്റെ സാഹചര്യമൊന്നുമല്ല, എന്നാൽ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടുത്തെ ദുർഭരണം കൊണ്ട് ഗ്യാസോ കാര്യങ്ങളോ ഒന്നും കിട്ടാതില്ലാതെ പ്രശ്നമായി ഭരണസിരാ കേന്ദ്രത്തിൽ വരെ കയറി അടിച്ച് തകർത്ത് അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു. നമ്മുടെ കാര്യം ഒത്തിരി പുറകെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ബെറ്റർ ആയിരിക്കും നമ്മുടെ മൊത്തം രാജ്യത്തെ എടുത്ത് നോക്കുമ്പോൾ. കാര്യം അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിനെക്കാട്ടിലും പോലും അത്രയും പോലും പോപ്പുലേഷൻ ഇല്ല. കേരളത്തിൽ ഏകദേശം നമ്മൾ നോർമലി പറയുന്നത് 3.5 കോടി പോപ്പുലേഷൻ, അവിടെ അത്രയും പോലും ചിലപ്പോൾ കാണത്തില്ല.
എന്നാൽ നേരെ മറിച്ച് അവരുടെ അത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലവും നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഒരു ഗോവയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗോവയായിരിക്കും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് മുമ്പിൽ, അല്ലെ മറ്റു പല സ്റ്റേറ്റ് ആയിരിക്കും മുമ്പിൽ. ഇനിയിപ്പോൾ കാശ്മീരിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കാശ്മീരിൽ നമുക്ക് എന്തുമാത്രം അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. ഇപ്പം ഗവൺമെൻറ് മാറി വരുന്ന ഗവൺമെൻറ്റും അവർ ബെറ്റർ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറേ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്ന് ഒരുപാട് ബെറ്ററായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുമ്പം ഭയങ്കര ബെറ്ററായിട്ട് അവിടുത്തെ നിലവാരം നിൽക്കുന്ന മറ്റു പല ഇതിനെ വെച്ച് നോക്കുമ്പം. എന്നാൽ ഗവൺമെൻറ് അത്രയും ഇൻകമാണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്, ഇൻകമല്ല ഇത്രയും ഫണ്ടാണ് അവിടെ വെൽഫെയർ ആക്ടിവിറ്റീസിനും പലതിനും സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഘടകങ്ങളുള്ളതുകൊണ്ടാണ് അവിടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ മറ്റുള്ള സ്റ്റേറ്റ് പോലെ ഈ പറഞ്ഞ പോലെ ഇൻകോ കാര്യങ്ങളൊന്നും അവിടെ ചിലപ്പോൾ എല്ലാ രീതിയിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു ഇതെങ്ങനെ വന്നു. അപ്പോൾ ഇത് വിശദീകരിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി ഘടകങ്ങൾ ചേർത്ത് നമ്മൾ കുറേ വിശകലനം ചെയ്യേണ്ട ടോപ്പിക്കാണ്. ഇതെടുത്താലും അതിനകത്ത് പോരായ്മകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു പ്രതിശീർഷ വരുമാനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരത്തില്ല. കുറച്ച് അതിന് സഹായകമായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഒക്കെ അതിനകത്ത് ചേർത്ത് നോക്കാറുണ്ട്. കേരള പ്രതിശീർഷ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കേരളം ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ്. ദേശീയ ശരാശരിയേക്കാൾ മുന്നിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഇവിടെ. അതിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗോവയാണ് ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ വരുമാനം ബീഹാറിലാണ്. പരീക്ഷയിൽ പലപ്പോഴും ഈ ദാദാഭായ് നവറോജിയുടെയൊക്കെ പുസ്തകത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യം ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന ദേശീയ ഏജൻസി. ഇപ്പോൾ ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. 1867 കാലയളവിൽ ദാദാഭായ് നവറോജി ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിച്ച രീതി പ്രൊഡക്ഷൻ മെത്തേഡാണ്. പ്രൊഡക്ഷൻ മെത്തേഡ് വഴിയാണ് ദാദാഭായ് നവറോജി ദേശീയ വരുമാനം കണക്ക് കൂട്ടിയത്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ദാദാഭായ് നവറോജി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. ശാസ്ത്രീയമായി ആദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയത് VKRV റാവു ആണ്. 1931. ശാസ്ത്രീയമായി ആദ്യമായി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കിയത് VKRV റാവു 1931. സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാന സമിതി നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചത് 1949. സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ വരുമാന സമിതി അഥവാ നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചത് 1949. ദേശീയ വരുമാന സമിതിയുടെ അധ്യക്ഷൻ PC മഹലനോബിസ് ആണ്. ദേശീയ വരുമാന സമിതിയുടെ അധ്യക്ഷൻ PC മഹലനോബിസ് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത്. മാക്രോ എക്കണോമിക്സ് അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JM കെയ്ൻസ് ആണ്. മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് JM കെയ്ൻസ് ആണ്. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GDP. GDPയോട് വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം കൂട്ടുമ്പോൾ ലഭിക്കുന്നതാണ് GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. GNPയിൽ നിന്ന് തേയ്മാന ചെലവ് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് NNP അഥവാ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. യഥാർത്ഥ ദേശീയ വരുമാനം അഥവാ ട്രൂ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റിനെയാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. ഡിപ്രിസിയേഷൻ തേയ്മാനം ഉൽപ്പാദന പ്രക്രിയയിൽ യന്ത്രങ്ങൾക്കും മറ്റും സംഭവിക്കുന്ന മൂല്യത്തകർച്ചയാണ് ഡിപ്രിസിയേഷൻ. NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഇന്ത്യക്കാർ വിദേശത്ത് നിന്ന് നേടുന്ന വരുമാനവും വിദേശികൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. മാർക്കറ്റ് പ്രൈസ് സാധനങ്ങൾ വിപണിയിൽ വിൽക്കുന്ന വിലയാണ്. ഇതിൽ ഇൻകം ടാക്സ് ഉൾപ്പെടും. അതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റ് ഒരു സാധനം നിർമ്മിക്കാൻ വരുന്ന യഥാർത്ഥ ചിലവാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചോദ്യങ്ങളായിട്ട് നോക്കുക. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ ഉൽപ്പാദനം കണക്കാക്കുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പാദനം. ഇതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്നും വിളിക്കുന്നു. പിന്നെ ഇൻകം മെത്തേഡ് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിലാളി, മൂലധനം, സംഘാടകൻ എന്നിവയ്ക്ക് ലഭിക്കുന്ന വരുമാനം, വാടക, കൂലി, പലിശ, ലാഭം കൂട്ടി കണക്കാക്കുന്നതാണ് ഇൻകം മെത്തേഡ്. ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപഭോഗം, നിക്ഷേപം, സർക്കാർ
ചെലവ്, അറ്റ കയറ്റുമതി എന്നിവ കണക്കാക്കുന്നതാണ് ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. സമവാക്യം ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ സമവാക്യം GDP = C+I+G+X-M അതാണ് അതിൻ്റെ സമവാക്യം. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വരുമാനം അളക്കാൻ പ്രൊഡക്റ്റ് മെത്തേഡാണ് അനുയോജ്യം. സേവന മേഖലയിലെ വരുമാനം അളക്കാൻ ഇൻകം മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഒരു രാജ്യത്തെ ശരാശരി വ്യക്തിഗത വരുമാനമാണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യയാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ പ്രധാന സൂചികയാണ് ഈ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ദാദാഭായ് നവറോജിയുടെ കണക്കനുസരിച്ച് 1868 ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 20 രൂപയായിരുന്നു. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ളത് ഗോവയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം ബീഹാറാണ്. സാമ്പത്തിക മേഖലകൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് തരംതിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖലയിലാണ് കൃഷി, ഖനനം, വനം, മത്സ്യബന്ധനമൊക്കെ വരുന്നത്. ദ്വിതീയ മേഖലയിലാണ് വ്യവസായം, നിർമ്മാണം, വൈദ്യുതിയൊക്കെ വരുന്നത്. തൃതീയ മേഖലയിലാണ് ബാങ്കിങ്, വിദ്യാഭ്യാസം, IT, ടൂറിസം മേഖലയൊക്കെ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല സേവന മേഖല അഥവാ ടെറിഷറി സെക്ടറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിനായി ആശ്രയിക്കുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. നിലവിലെ വിപണി വില അനുസരിച്ച് കണക്കാക്കുന്ന GDP ആണ് നോമിനൽ GDP. ഒരു അടിസ്ഥാന വർഷത്തിലെ ഒരു ബേസ് ഇയർ വെച്ച് വില അനുസരിച്ച് കണക്കാക്കുന്ന GDP ആണ് റിയൽ GDP. നിലവിലെ വിപണി വില അനുസരിച്ച് കണക്കാക്കുന്നത് നോമിനൽ GDP. ഒരു അടിസ്ഥാന വർഷത്തിലെ വില അനുസരിച്ച് കണക്കാക്കുന്നത് റിയൽ GDP. നിലവിൽ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന വർഷം 2011-12 ആണ്. വ്യക്തികൾക്ക് എല്ലാ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് പേഴ്സണൽ ഇൻകം. ടാക്സ് നൽകി കഴിഞ്ഞ് വ്യക്തികൾക്ക് ചിലവാക്കാൻ ബാക്കിയുള്ള വരുമാനം ഡിസ്പോസിബിൾ ഇൻകം. പരിസ്ഥിതി നാശം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള വരുമാന കണക്കാണ് ഗ്രീൻ GDP. പെൻഷൻ, സ്കോളർഷിപ്പ് തുടങ്ങിയ പ്രതിഫലമില്ലാത്ത പണമിടപാടുകൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തില്ല. വീട്ടുജോലികൾ, ഹോബികൾ എന്നിവ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തില്ല. പഴയ സാധനങ്ങൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക ദേശീയ വരുമാനത്തിൽ കൂട്ടാറില്ല. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഡബിൾ കൗണ്ടിങ്, അതായത് ഇരട്ടിപ്പ് ഒഴിവാക്കാൻ അന്തിമ ഉൽപ്പന്നത്തിൻ്റെ വില മാത്രമേ എടുക്കാവൂ. സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനത്തെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഇൻകം. വികസിത രാജ്യങ്ങളിൽ തൃതീയ മേഖലകളിൽ നിന്നുള്ള വരുമാനം കൂടുതലായിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. NSSO ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് വിവരങ്ങൾ ശേഖരിക്കുന്നു. സാമ്പത്തിക വളർച്ച എന്നത് GDP-യിലെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്.